അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമാക്കുന്നതിന് 2 പോയിന്റുകളുണ്ട്. ഒന്ന് ഇന്നത്തെ സന്ദേശത്തിൽ പറയാം, ഒന്ന് നാളത്തെ സന്ദേശത്തിൽ പറയാം. ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് മത്തായിയുടെ സുവിശേഷം 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരവ് എന്താ? ഈശോ എന്താ പറഞ്ഞു നോക്കിയേ? യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയായി പോയത്. കാര്യം, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഡിവൈഡ് ഓഫ് മൈ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്. കാര്യം പുള്ളി അസസ് ചെയ്തിട്ടേ, കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ്. ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം. ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണി ഓടിച്ച് നടക്കണത്. എല്ലാ കുഷ്ഠരോഗികളുടെയും ഒരു മണി ഉണ്ടാകുമല്ലോ. കുഷ്ഠരോഗി വരുന്നെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സില്ല, നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല, ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല. നിന്റെ കാര്യത്തിൽ ഇതിൽ നീ വാടിപ്പോകരുത്. എന്താണ്? ഒരാളുടെ മനസ്സുണ്ടായാൽ മതി, നിന്റെ ദൈവത്തിന് നീ ജീവിക്കും. അപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പറയാൻ ഉള്ള അർജവത്വം ഉണ്ടാവണം. ഈ കുഷ്ഠരോഗിയെപ്പോലെ എന്താണ് അങ്ങയ്ക്കും അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ. അതാണ് ഉടനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നാണല്ലേ, എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനുള്ളവനാകുക. ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സിലാഞ്ഞതിൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ, അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന. ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നീ ജീവിക്കും, ഞാൻ ജീവിക്കും. അപ്പം ധൈര്യമായിരിക്കണം. പ്രൈസാണ്. ആദ്യമായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുവോസ്തി രൂപനായ ത്രിയേക ദൈവത്തിനും എന്നെ ഇവിടെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിർത്തുവാൻ അനുവദിച്ച ഈശോയ്ക്കും ഞാൻ കോടാനം കോടി സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ തുടരട്ടെ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇത് 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 13-ാം തീയതി 1-ാം മാസമാണ്. ഇപ്പോൾ എനിക്ക് ഈ 3ാമത്തെ സാക്ഷ്യത്തിൽ കിട്ടിയ പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ രോഗസൗഖ്യം, എൻ്റെ ഈ വലത് കൈ 1 വർഷം നല്ല വേദനയും, അവർ 6 മാസം കഴിഞ്ഞപ്പോൾ കൈ പൊക്കുവാനോ വെയിറ്റുള്ള ഒരു സാധനം എടുക്കുവാനോ പറ്റില്ലായിരുന്നു. ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ച് ഡോക്ടർമാരെ കണ്ട് അതിലൊന്നും സൗഖ്യം കിട്ടിയില്ല. ഞാനങ്ങനെ ഈ കഴിഞ്ഞ ജപമാല റാലിക്ക് പങ്കെടുക്കുവാനായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമായി ഞങ്ങളിവിടെ വന്നു. അപ്പോൾ വണ്ടിയിൽ
സീറ്റിൻ്റെ സൈഡിൽ പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. കൈക്ക് ഭയങ്കര കഴപ്പും ഉളച്ചിലുമായിരുന്നു. ഞാൻ ഇടത് കൈ കൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. കാരണം ജപമാല ഉയർത്തിപ്പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. അത്രമാത്രം ഉളച്ചിലായിരുന്നു എൻ്റെ കൈ. ഞാൻ ഇവിടെ നിന്നും ജപമാല റാലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും നല്ല വേദനയായിരുന്നു. അത് കഴിഞ്ഞ അന്ന് ഞാൻ കൃപാസന ഉടമ്പടി തൈലം ഇട്ടുകൊണ്ട് ഞാൻ കിടന്നു. രാവിലെ ആയപ്പോൾ പൂർണ്ണമായും പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ആ വേദന ഇതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൽ എന്തോ ഒരു ചെറിയ മുറിവുണ്ടായി. ഷുഗർ രോഗിയാണ്. ആ മുറിവ് വലിയ വ്രണമായി മാറി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ മുറിവ് വലുതായിക്കൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണമായും സൗഖ്യം പരിശുദ്ധ അമ്മ നൽകി ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് എനിക്ക് നൽകിയ അനുഗ്രഹം, എൻ്റെ ഈ നിൽക്കുന്ന മകന് എന്ത് മാംസം കഴിച്ചാലും ചൊറിച്ചിലുണ്ടാകും, പുറം മുഴുവനും. ഹോസ്പിറ്റലിൽ കാണിച്ച് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റുകളിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ഉടമ്പടി തൈലമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ആ നിമിഷം തന്നെ മാറും. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ തുടരെ ഉണ്ടാവുമായിരുന്നു. പിന്നീട് പൂർണ്ണമായും പരിശുദ്ധ അമ്മ ഉടമ്പടി തൈലത്തിലൂടെയും ഉപ്പിലൂടെയും തേനിലൂടെയും പൂർണ്ണ സൗഖ്യം നൽകി മകനെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഈ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമതായി എൻ്റെ നടുവിന് വേദനയുണ്ടായിരുന്നു. നടുവേദനയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണ സൗഖ്യം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പാവപ്പെട്ട ആളുകളെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പൈസ ഇല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ അവരെ വണ്ടിയിൽ കയറ്റി അവർ പോകേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുവിടാറുണ്ട്. പലപ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാഹനം വരുമ്പോൾ രാവിലെ ആയതുകൊണ്ട് അവർ കൈ കാണിക്കാത്തത് അവരുടെ കൈകളിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പലരും അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്, കൈനീട്ടം കൊടുക്കാതെ വണ്ടിയിൽ കയറുന്നത് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാഹനം എവിടെ കണ്ടാലും ആര് കണ്ടാലും കൈ കാണിച്ചാൽ ഒരു പൈസയും ഇല്ലാതെ കൈ കാണിച്ച് കയറണമെന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ പലപ്പോഴും ഞാൻ അങ്ങനെ കൊണ്ടുവിട്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഈ 3 മാസത്തിനകത്ത് ഏകദേശം 60-65 കെട്ട് പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. എനിക്ക് പത്രം വിതരണത്തിൽ എന്തോ പറയാനാ, ഒരു വലിയ അഭിഷേകമാണ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. ഞാൻ 3 ഉടമ്പടി പുതുക്കുന്നത് വരെയും എനിക്ക് പത്രം കൊടുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4ാമത്തെ ഉടമ്പടിയിൽ ഞാൻ പൗലോസ് ശ്ലീഹായുടെ തിരുവചനം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ആണെന്ന ആ പരിശുദ്ധമായ തിരുവചനം എന്നിൽ നിറവേറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വാഹനത്തിൽ കയറുന്ന എല്ലാവർക്കും പത്രം കൊടുക്കുവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് പത്രം കിട്ടാറില്ല. ഞാൻ ഈ 3 മാസത്തിനകത്ത് ഇവിടെ നിന്നും 10-20-22 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ബാക്കി ഞാൻ പോകുന്ന പള്ളികളിലും കുരിശടികളിലും, ഞാൻ ഏത് പള്ളിയിൽ പോയാലും കുരിശടിയിൽ പോയാലും ആദ്യം നോക്കുന്ന പത്രമാണ്. കാരണം ഈ പത്രം എടുത്ത് എൻ്റെ വാഹനത്തിൽ കയറുന്നവർക്ക് കൊടുക്കുവാൻ വേണ്ടി ആണ്. പക്ഷേ ഞാൻ അത് പത്രം കൊടുക്കുന്നതിലും ഒരു ലഹരിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. എത്രത്തോളം പത്രം കൊടുക്കുവാൻ എന്നെക്കൊണ്ട് കഴിയാതിരുന്നോ അത്രമാത്രം 100 മടങ്ങ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പത്രവിതരണത്തിനും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനും എനിക്ക് അതിന് കഴിവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ കോടാനം കോടി
സ്തുതി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് ഞാൻ നേരുന്നു. പിന്നെ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പോലും ഞാൻ ഉപവസിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോകുമ്പോൾ രോഗികളും മറ്റ് മരുന്ന് കഴിക്കുന്നവരും വാങ്ങുന്ന കൂപ്പൺ വാങ്ങുമ്പോൾ ഞാനും എണീറ്റ് നിന്ന് അവർക്കൊപ്പം കൂപ്പൺ വാങ്ങി ഭക്ഷണം കഴിച്ചിട്ടുള്ളവനാണ്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചകളിലും എനിക്ക് ഉപവസിക്കുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി നൽകിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനം കോടി സ്തുതി ഈശോയ്ക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മകൻ സൈക്കിളിൽ നിന്ന് കഴിഞ്ഞ മാസം വീണ് വലിയ അപകടമായിരുന്നു. പരിശുദ്ധ അമ്മ നിസാര പരിക്കുകളോടുകൂടെ മകനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അവരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ മകനെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കും, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മരിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മ അതിനെന്നെ സഹായിക്കട്ടെ എന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ ഇവിടെ ആവേ മരിയ. ഞാൻ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ അപ്പായോടും അമ്മയോടും ഒപ്പം നിന്ന് നന്ദി പറയാനും എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയും അപ്പായും അനുഗ്രഹിച്ച ഈ ദിവസത്തെ ഓർത്ത് ഞാൻ ഒരുപാട് കോടി നന്ദി എൻ്റെ അപ്പായോടും അമ്മയോടും പറയുന്നു. എൻ്റെ പേര് സുനി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ജൂലൈ 2025 ജൂലൈ 7-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 2-3 ചേച്ചിമാർ മുഖേനയാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛനെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് അച്ഛന്മാരില്ല. ഞങ്ങളിപ്പോൾ ഒരപ്പൻ്റെ സ്നേഹവും ഒരമ്മയുടെ സ്നേഹവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിന് കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു ജോലി. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിടയ്ക്ക് ഒരു അപകടത്തിൽ എൻ്റെ ചേട്ടായുടെ കൈവിരൽ ഒടിഞ്ഞതിന് പ്രകാരം ജോലിക്കൊന്നും കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാഞ്ഞ് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് ഒരുപാട് എടുത്ത് ജോലിക്കൊക്കെ ഞങ്ങൾ ശ്രമിച്ച് 2-3 കടകളിലൊക്കെ പോയി ജോലിക്കൊക്കെ നിന്നു. പക്ഷേ അവിടെയൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവസാനം ഞങ്ങളിങ്ങനെ ഈ കൃപാസനത്തിനെ പറ്റി അറിയുകയും പിന്നെ അങ്ങനെ പക്ഷെ ഒരുപാടടുത്ത് ഞങ്ങൾ പോയി ശ്രമിച്ച്, പക്ഷേ ഒന്നും കിട്ടിയില്ല. കൃപാസനത്തെ പറ്റി അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിച്ച്. എൻ്റെ അമ്മാതാവിൻ്റെയും അപ്പായുടെയും ഗ്രേസിൽ തന്നെയാണ് ആ ജോലി കിട്ടിയതെന്ന് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിത അവസാന കാലം വരെ ഞങ്ങൾ എൻ്റെ അമ്മ മാതാവിൻ്റെ അപ്പായുടെ ഒപ്പം ഇനി ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾ കുടുംബത്തോടൊപ്പം. പിന്നെ എൻ്റെ ഈ മോളുടെ ഒരു രണ്ടാമത്തെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് മോളേക്ക് പനിയായിട്ട് ഞങ്ങൾ മാവേലിക്കര ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടു ചെന്നപ്പോൾ കിടുങ്ങലുണ്ടായിരുന്നു. സാധാരണ പനി വരുന്ന പോലെ ഒരു കിടുങ്ങലല്ലായിരുന്നു. അപ്പോൾ ആ കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒന്ന് നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പിന്നെ ബ്ലഡിൻ്റെ അംശം കൂടുതലായിട്ട് കാണിക്കുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ലാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയം, ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ല് വരുന്നത്. ആ കാഷ്വാലിറ്റി കാണിച്ച് 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴെല്ലാം അവർക്കെല്ലാം അതിശയം. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലോട്ട് ആദ്യം സർജനെ കാണാൻ പറഞ്ഞ് അവിടെ തന്നെ സർജനെ കണ്ടപ്പോൾ സർജൻ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, അച്ഛൻ എൻ്റെ കുഞ്ഞിനെ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം തന്ന് ഞങ്ങൾ അമ്മയോട് എൻ്റെ കുഞ്ഞിൻ്റെ ഞങ്ങളിനി ചെന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ഇനി ചെയ്യണമെന്ന് പറയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ ആ ഒരു കല്ലേ കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞങ്ങൾ തേനും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ 2 മക്കൾക്കും ഞാൻ തേനും ഉപ്പും ഞങ്ങളെല്ലാവരും തേൻ ഉപയോഗിക്കും. തേൻ രാവിലെയും കഴിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ കോട്ടയത്ത് പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് പിന്നെ ആദ്യം മുതലൊന്ന് ടെസ്റ്റ് ചെയ്യാം, യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്ത് ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തോട്ട് 1 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചെയ്ത് സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ ചോദിച്ചു ഇതെന്താണ് കുഞ്ഞിന് പറ്റിയെന്ന് സ്കാനിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അങ്ങനെ ഒരു കാര്യമേ ഇതിനകത്തില്ലല്ലോ, ഡോക്ടർക്ക് തന്നെ അതിശയം. അപ്പോൾ ഞങ്ങൾ കണ്ട ഡോക്ടറും പറഞ്ഞ് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് നല്ല ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന്, ഞങ്ങളുടെ രോഗസൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന് ഞങ്ങളുടെ അമ്മ മാതാവും എൻ്റെ അപ്പായെ പോലെ സ്വന്തം അപ്പായെ പോലെ കാണുന്ന കാരണം ഞങ്ങൾക്ക് ഒരുപാട് എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരുപാട് എനിക്കറിയാം, ഞാൻ ഉടമ്പടിയിലായി ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ആരുടെ മുന്നിൽ ചെന്ന് ഒന്നും ഞങ്ങൾക്ക് കൈനീട്ടാനുള്ള ഒരിട എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടില്ല ഇതുവരെ. ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് തരില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ മാതാവ് ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ആ പത്രം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ആശുപത്രിയിൽ കയറി എല്ലാവർക്കും കൊടുത്ത്, പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാ മാവേലിക്കരയിലും ഹരിപ്പാട്ടും എല്ലാ ഹോസ്പിറ്റലുകളിലും പിന്നെ ഞാൻ മേടിക്കുമ്പോൾ വേറെ കൊടുക്കാത്തടത്തൊക്കെ ഞാൻ ഓട്ടോ ചേട്ടന്മാർക്കും അല്ലാത്ത എല്ലാവർക്കും പിന്നെ വീടിനടുത്തുള്ള ഓരോ പ്രാവശ്യം വീടിനടുത്തുള്ള ഞാൻ ജൂലൈ 2025 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വരും. എൻ്റെ അമ്മയെ കാണുമെന്ന് ആഗ്രഹം തോന്നുമ്പോഴെല്ലാം അപ്പോൾ എല്ലാവരും എന്നോട് പറയും, നീ വീട്ടിൽ എൻ്റെ മകൾ തന്നെ പറയും എന്നോട്, അമ്മയ്ക്ക് എന്താണ് അമ്മ ഇങ്ങനെ പ്രാർത്ഥന, അമ്മ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എനിക്കറിയില്ല. ഞാൻ പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പ്രാർത്ഥനയിൽ മുഴുകാൻ കഴിയുന്നുണ്ട്. കാരണം സന്ധ്യാപ്രാർത്ഥനയില്ല, ഞങ്ങളിപ്പോൾ കുടുംബത്തോടെ ഇരുന്നാണ് ഞങ്ങളിപ്പോൾ യേശുവപ്പായനെ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കൊന്ത ചെല്ലുമ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്നത് ദൈവരഹസ്യം ചെല്ലുന്നത് എൻ്റെ ജോസഫച്ചന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഒരുപാട് ജീവന് വേണ്ടിയിട്ട് എൻ്റെ ജോസഫച്ചൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സൈത്യയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞാൻ ഇനി എന്നും അതുപോലെ ഒരുപാട് എൻ്റെ ജോസഫച്ചന് എന്നെ രോഗസൗഖ്യം കൊടുക്കണേ, കൃപകൾ നൽകണേ. ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വേറെ ആർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ മേഖലകൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ആശുപത്രികളിൽ പോയി
പൊതിച്ചോറ് കൊടുക്കും. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് സഹായം, എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാറില്ല, ഞാനാണ് പൈസ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് അതിനെപ്പറ്റി ചോദിക്കുക പോലും ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു ക്യാൻസർ ബാധിച്ച ഒരു അമ്മയ്ക്ക് ഞാൻ ഓണത്തിന് ഞങ്ങൾക്ക് തുണിയെടുത്തപ്പോൾ ആ അമ്മയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്ത്, പിന്നെ എന്നെക്കൊണ്ട് മാസം കഴിയുമ്പോൾ ആ ചേട്ടയുടെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു ഓഹരി അമ്മയ്ക്ക് ഒരു ചെറിയ ഓഹരി കൊടുക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അമ്മയ്ക്ക് ആരുമില്ല കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ മോടെ 3ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ ആഘോഷങ്ങൾ കുറച്ചിട്ട് പിന്നെ ഹരിപ്പാട് ആശുപത്രിയിലെ രോഗികൾക്ക് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ ഫുഡൊന്നും അകത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇതിൽ കുറച്ച് സോപ്പും വലിയ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു തോർത്തും സോപ്പും മേടിച്ച് ഞങ്ങളെല്ലാ രോഗികൾക്കും കൊടുത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ ചേട്ടയുടെ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളത്തിൽ നിന്നുള്ള പൈസയ്ക്ക് ഒരു ഓഹരി എടുത്ത് ഞാൻ പിന്നെ ഫുഡുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ രോഗികൾക്ക് വെളിയിൽ കൊണ്ട് കൊടുക്കും. ഞാൻ അമ്മയുടെ അപ്പായുടെ എല്ലാ മഹത്വത്തെ അവിടെ അറിഞ്ഞവരെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ എല്ലാവരോടും എൻ്റെ അപ്പായുടെ അമ്മായുടെയും കാര്യം ഞാൻ എൻ്റെ സ്വന്തം അപ്പായും അമ്മയും പോലെയാണ്. എൻ്റെ യേശോപ്പായെ എൻ്റെ അമ്മായും കാണുന്നത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ യേശോപ്പായും അമ്മയോടൊന്നും എനിക്ക് നന്ദി തീരത്തില്ല. അതുപോലെ ജോസഫ് അച്ഛനോട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളോടും എനിക്ക് ഒരുപാട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഒരു രോഗസൗഖ്യം, ഞാൻ പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. 2-3 മാസം എനിക്ക് വെള്ളം കഴിക്കാൻ പറ്റത്തില്ല. തൊണ്ടവേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല. ഭയങ്കര അസ്വസ്ഥത. ഞാൻ ഉപ്പുവെള്ളം ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. ഉപ്പുവെള്ളം ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് വാവുള്ളും കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ വന്ന് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എൻ്റെ അമ്മയുടെ ഈ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനും എൻ്റെ കുഞ്ഞ് തന്നെ ഇത്രയും ദൂരെ എൻ്റെ കുഞ്ഞ് നടന്ന് വന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ എനിക്കത് ഞാൻ നടന്ന് ഞാൻ ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഈശോപ്പയുടെ അമ്മയുടെ നന്ദി പറഞ്ഞാണ് ഞാൻ പിന്നെ നടക്കുന്നത് തന്നെ. കാരണം എനിക്ക് അത്രയ്ക്കും എൻ്റെ കുഞ്ഞിങ്ങനെ നടക്കുന്നതിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ആർക്കും മനസ്സിലാവത്തില്ല ആ ഒരു കാര്യം. അങ്ങനെ ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞു. പിന്നെ എൻ്റെ ആ രോഗസൗഖ്യം എനിക്ക് അതിലൂടെ മാറി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ എല്ലാ ആഴ്ചയിലും പിന്നെ ചൊവ്വാഴ്ച ദാന ആരാധനയിൽ പങ്കെടുക്കും. പിന്നെ എല്ലാ രാവിലെയും വൈകിട്ടും ഒക്കെ ഞാൻ എപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പോകുമ്പോൾ വചനങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുക്കളയിലും എവിടെ ആയാലും തുണി കഴുകാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ കൊണ്ട് നടന്ന് പിന്നെ ഫോൺ ഓണാക്കി വെച്ച് ഞാൻ പിന്നെ ധ്യാനവും പിന്നെ സാക്ഷ്യവും ഒക്കെ ഞാൻ എപ്പോഴും അതാണ്. ഞാനിപ്പോൾ TV-കളൊക്കെ സീരിയൽ കാണുന്ന ഞാനിപ്പോൾ അതൊന്നും കാണാറില്ല. പിന്നെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ സീരിയലേ കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ സീരിയൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഒരു കാര്യവും ഇല്ല. ഞങ്ങളിപ്പോൾ എപ്പോഴും എനിക്ക് സാക്ഷ്യം കേൾക്കണം, ധ്യാനം കൂടണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ ഈ അൾത്താരയിൽ എന്നെ നിർത്തി എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ അപ്പായും അമ്മായും തരണമേ. ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി എൻ്റെ അപ്പായും അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ 1,000 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട. യേശയ്യ 43 വചനത്താൽ ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട് ഞാൻ. അതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവം എപ്പോഴാണ് നിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ നടയിൽ നീ താഴ്മയോടെ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം അതിൻ്റെ സമയത്ത് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നന്ദി, 1000 നന്ദി എൻ്റെ യേശോപ്പായ്ക്ക്. എൻ്റെ പേര് നീതു, എൻ്റെ ഹസ്ബൻഡ് എബി, എൻ്റെ മക്കൾ ഈദൻ ആൻഡ് ഡാനിയൽ. ഡാനിയലിന് കിട്ടിയ രോഗസൗഖ്യമാണ് ഞങ്ങളിന്ന് സാക്ഷ്യമായിട്ട് പറയുന്നത്. എൻ്റെ ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി കാരണം ഇവനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഞാൻ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇവൻ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. മൂത്ത ആളും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും.
അപ്പോൾ അതിനെതിരായിട്ടൊരു ആൻറ്റി ഡി ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ നമുക്ക് നോർമലി എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ലഭിക്കുന്നതാണ്. എനിക്കും അതുപോലെ തന്നെ ഞാൻ നേഴ്സായത് കാരണം 2 പ്രാവശ്യം എനിക്കത് കിട്ടിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. 28th വീക്കിലും ഡെലിവറി കഴിഞ്ഞും എനിക്ക് ആൻറ്റി ഡി ഇഞ്ചക്ഷൻ ലഭിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൻറ്റി ഡി ലെവൽ എൻ്റെ ബ്ലഡിൽ കൂടുതലാണ്. സാധാരണ ഒരാൾക്കുണ്ടാവുന്നതിനേക്കാൾ കൂടിയ ലെവലാണ് എൻ്റെ ബോഡിയിൽ. അതായത് എൻ്റെ ബോഡി ഇനി ഒരു പോസിറ്റീവ് ബ്ലഡുള്ളൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആവുമ്പം അവനെതിരായിട്ട് ഉള്ള ഒരു ആൻറ്റിബോഡീസ് എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അവന് ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ ബൈബിൾ വായന തുടർന്നു. അതിനുശേഷം പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ വന്നത് കാരണം. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പം ആ ഡെലിവറിയിൽ ഞാൻ എടുത്ത ഇഞ്ചക്ഷൻസ് ഒന്നും എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ ഓരോ ആൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ലെവൽ എത്രയാണെന്ന് ആദ്യമേ നോക്കി അതനുസരിച്ചുള്ള ഇഞ്ചക്ഷനാണ്. ഓരോരുത്തർക്കും ഡോസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡോസോ എൻ്റെ ബ്ലഡ് ലെവൽ ഇതിനു മുമ്പ് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഇഞ്ചക്ഷൻ എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ആൻറ്റി ഡി ലെവൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ സ്റ്റേബിളായിട്ട് നിന്നു, വലിയ കുഴപ്പങ്ങളില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ്, കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ, ഹെഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നവർ. അങ്ങനെ എൻഡ് ഓഫ് ദി ട്രൈമസ്റ്റർ 3rd ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി ഡിയുടെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ കൂടി വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇവനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ബിൽറുബിൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിൽറുബിൻ ലെവൽ കൂടിക്കഴിഞ്ഞത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ പല ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്കിൽ പോലും ഇത് ഭയങ്കരമായൊരു സിറ്റുവേഷനാണ്. ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, എൻ്റെ വീട്ടിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെ ചേച്ചിയൊക്കെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. എന്നിട്ടും എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരിയധികം സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇവനുണ്ടായി. ഇവനെ 35ാമത്തെ ആഴ്ചയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 35ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്ത് ഇവനെ പുറത്തെടുത്തു. അവൻ NICയിലോട്ടാണ് ഡയറക്റ്റ് പോയത്. NIC ചെന്ന് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കാണുമ്പോൾ അവന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ബിൽറുബിൻ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ഓൾമോസ്റ്റ് ഹോൾ ബ്ലഡ് എടുത്ത് പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് വലിയ കോംപ്ലിക്കേഷനുള്ള പ്രൊസീജിയറൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അതിന് പെർമിഷൻ കൊടുത്തു. ഞാനാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് വാർഡിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എൻഡ് ആവാനായപ്പോഴത്തേക്കും ഇവൻ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ബ്ലഡ് വാല്യൂസൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സിനും അവിടുത്തെ നേഴ്സുമാർക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. കാരണം അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് പോലും ഒരു കുഞ്ഞിന് ഇതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇവൻ എന്തുകൊണ്ട് പകുതി മുക്കാൽ വരെ നോർമലി പോയിട്ടും എൻഡ് ഓഫ് ദാറ്റിലേക്ക് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. അവരുടെ പറച്ചിലനുസരിച്ച് കുഞ്ഞിന് മൾട്ടി ഓർഗൻ ഫെയിലറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ഒന്നും ഇവൻ ഒരു പ്രശ്നവുമില്ല. ഇവൻ്റെ ബ്ലഡ് വാല്യൂസ് നോർമലാണ്, കിഡ്നി ലിവർ എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷം ഇവൻ്റെ കിഡ്നി അഫക്റ്റഡ് ആയി, ഇവൻ്റെ ലിവർ അഫക്റ്റഡ് ആയി, ഇവൻ്റെ ക്ലോട്ടിൻ ഫാക്ടേഴ്സ് അഫക്റ്റഡ് ആയി, എല്ലാം അഫക്റ്റഡ് ആയി. ഇവൻ ഒരു കംപ്ലീറ്റ്ലി മൾട്ടി ഓർഗൻ ഫെയിലറായ
ഒരു കുഞ്ഞായി മാറി. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ 5-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. 6-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ മെൻ്റൽ പെയിനും എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് ഫിസിക്കൽ പെയിനും ഒട്ടും എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്കത് അത്രയും വിശദീകരിക്കാൻ പോലും കഴിയില്ല. അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആശ്വാസത്തിനായി ആരുമില്ലായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് കരഞ്ഞ് നിലവിളിച്ച് എല്ലാ ദിവസവും ആരോടൊന്ന് പറയും എൻ്റെ വിഷമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളുടെ ഇടയ്ക്ക് ആരാണ് എനിക്ക് ആശ്വാസം തരിക എന്നിങ്ങനെ തിരഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവമല്ലാതെ ഈശോ അല്ലാതെ നമുക്ക് ഒരാളില്ല ആശ്വാസത്തിന്. നമുക്ക് ആശ്വാസം തരാനായിട്ട് ഈശോയോട് പറഞ്ഞെങ്കിലേ നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാതാവിനോടും ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ ഞങ്ങൾക്ക് കിട്ടണം. അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ അവരുടെ വാല്യൂ അനുസരിച്ച് 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അവരുടെ വാല്യൂ മാക്സിമം 30. അതിൽ കവിഞ്ഞത് 400-ലായിരുന്നു. 2.8 കിലോ ആയിരുന്നു അവൻ ഉണ്ടായപ്പം. അവൻ്റെ ബോഡി അത് കാരണം കിഡ്നി ഫെയിലർ ആയതുകൊണ്ട് മൂത്രം ഒഴിക്കാതെ അവൻ്റെ ബ്ലഡ് ഫ്ലൂയിഡ് ഓവർലോഡായി അവൻ 5 കിലോ വരെ അത്രയ്ക്കും വീർത്തവൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ്റെ ബോഡി തന്നെ നോർമൽ ആവട്ടെ, കിഡ്നി ഫങ്ഷൻ ആവുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനുണ്ട്. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവന് മാമോദീസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടു മാമോദീസ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വന്ന് അച്ഛൻ മാമോദീസ കൊടുത്തു. ആ മാമോദീസയ്ക്ക് ശേഷം അവൻ പതുക്കെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വൈകുന്നേരം മുതൽ അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവർ പറയുന്ന ആ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഇൻറ്റുബേറ്റ് ചെയ്തു കുഞ്ഞിനെ. വയറുകളില്ലാത്ത സ്ഥലമില്ലായിരുന്നു, അവൻ്റെ ബോഡി മൊത്തം വയറുകളായിരുന്നു. അങ്ങനെ ഇരുന്നു. അവനെ അവർ ആദ്യം 5 ലൈറ്റുകൾ, ബിൽറുബിൻ കൂടുതലായ കാരണം 5 ബ്ലൂ ലൈറ്റ്സിൻ്റെ അണ്ടറിലായിരുന്നു അവനെ വെച്ചിരുന്നത്. അത്രയും. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് ഉണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നി മാതാവ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഈശോയെ മാതാവ് ഇരുട്ടത്തിരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നി. 5 ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം ഞങ്ങൾ അന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ബിൽറുബിൻ്റെ ലെവൽ നോർമലായിരുന്നു. പിന്നെ അവർക്കത് അതൊന്നും ഓണാക്കേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ എങ്കിലും ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ അവിടെ തന്നെ നിന്നു. ഫൈനലി അവർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ, മെൽബണിലെ വലിയൊരു ആശുപത്രിയാണ്, ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അവർ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡയാലിസിസ് ചെയ്ത് പരിചയം അവർക്കില്ല. പക്ഷേ എങ്കിലും ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. പെരിറ്റോണൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, വയറിലാണ് അവർ ചെയ്യുന്നത്. അന്നേരം അവർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒറ്റ ബ്രേക്കിൽ തന്നെ അവർക്ക് ഡയാലിസിസ് ട്യൂബ് ഇടുന്നതിനും എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയോളം അത് ട്യൂബ് അവൻ്റെ വയറ്റിലുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു കോംപ്ലിക്കേഷനോ ഒരു ഇൻഫെക്ഷനോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവും ഈശോയും അവനെ കാത്തു. അവനൊരു കുഴപ്പമില്ലാതെ അവൻ ആ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ ലെവൽസൊക്കെ കുറഞ്ഞു വന്നു. ഫ്ലൂയിഡ് ഓവർലോഡ് അതിൻ്റെ ഫ്ലൂയിഡുകളൊക്കെ പോയി തുടങ്ങി. അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ അവൻ്റെ ലെവൽസൊക്കെ നോർമലായി. അന്നേരമൊക്കെ എനിക്ക് ഈശോയോട് ഓരോ ലെവലിലെത്തുമ്പോൾ ക്രിയാറ്റിൻ ഇങ്ങനെ കുറഞ്ഞ് 150 അങ്ങനെയൊക്കെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതവിടെ ചിലപ്പോൾ സ്റ്റേബിൾ ആകുമായിരിക്കും, അത് ഇനി കുറയാൻ ചാൻസ് ഇല്ല, അതവിടെ സ്റ്റേബിൾ ആകും, കാരണം കുറച്ച് എന്തായാലും അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്. ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ധനും കുരുടനും എല്ലാം ഈശോ കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം കൊടുത്തു. ആർക്കും ഈശോ ഒരു ചെവി കേൾക്കട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണട്ടെ എന്നല്ല ഈശോ പറഞ്ഞത്, അവർക്ക് 2 പൂർണ്ണമായ സൗഖ്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ ഞാൻ ഈശോയോട് മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുവഴി എൻ്റെ കുഞ്ഞിപ്പോൾ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ മാറി അവൻ്റെ എല്ലാ ഓർഗൻസും നോർമലാണിപ്പോൾ. അവൻ്റെ കിഡ്നി ഫങ്ഷനും നോർമലാണിപ്പോൾ. അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ മാറി. ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ നോർമലാക്കി. ഒരു നോർമൽ കുഞ്ഞിനെ പോലെ അവൻ കളിച്ച് ചിരിച്ച് എല്ലാ ഇടപഴകി നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന്.
അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രം ഞങ്ങളുടെ അനിയനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പിച്ച് അയച്ച് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അന്നേരം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ പത്രം വാങ്ങിച്ച് എല്ലാ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം അവരോട് ഇത് എങ്ങനെ പറയും, കൃപാസനത്തെപ്പറ്റി എന്താണ് അവരോട് പറയുക, കാരണം അവരിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട് ഇത് എന്ത് പറയും എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കരുതി ആശുപത്രിയിൽ തന്നെ ഇത് കൊടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പല ആളുകളെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്തു. അവരിൽ പലരും ഇതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ പിന്നെ ഞാൻ കരുതി ചില ആളുകൾക്കൊക്കെ വേണ്ടാന്ന് പറയും, അവർ നിരസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരൊക്കെ വെറുതെ കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതി പള്ളിയിൽ കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി പള്ളിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. അവിടെ എല്ലാവർക്കും നല്ലൊരു സ്വീകരണമായിരുന്നു. അവരെല്ലാവരും പത്രം വാങ്ങിക്കുകയും ഇതിനെപ്പറ്റി കേൾക്കുകയും ഇതെവിടെയാണെന്ന് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഓരോ ഡോക്ടേഴ്സും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ അവസ്ഥയെപ്പറ്റി പറയും. ഇവൻ്റെ അങ്ങനെയാണ്, ഇവൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ഇത്രയൊക്കെ ആവുള്ളൂ, ഇപ്പം കിഡ്നിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് പോലെ ഉണ്ട്, അത് അങ്ങനെയൊക്കെ പറയും, സ്കാനിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നത്തെ ഒരു സ്കാൻ ചെയ്തപ്പം ഈ സിസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണുന്ന പോലും ഇല്ല എന്നവർ പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ല ഇപ്പം എന്നവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഈ കിഡ്നി എന്തുമാത്രം ബെറ്റർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതങ്ങനെ നിൽക്കും, സ്റ്റേബിളായി നിൽക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സുന്ദരിയായൊരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ നൽകി ആ ഡോക്ടർ. ഒരു ഡോക്ടേഴ്സും അവിടെ ഒരു പ്രതീക്ഷ നൽകത്തില്ല. കാരണം അവരെല്ലാം ഇങ്ങനെ പറയത്തേ ഉള്ളൂ, ഇതൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നേ അവിടെയുള്ളവർ പറയുള്ളൂ. എന്നാലും നമുക്ക് ബെറ്റർ ആകും എന്നവർ പറയില്ല. അപ്പോൾ ഈ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഇത് ബെറ്റർ ആവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു 90 to 90% വരെ അവൻ ബെറ്റർ ആവും, 5% നമുക്ക് വി വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ അന്ന് ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. ആ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ സാധാരണ കാണുന്ന ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടറോട് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 95% വരെയൊക്കെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഈ ഡോക്ടർ പറയുകയാണ് ഞങ്ങളടുത്ത്, അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല, ഒരിക്കലും 95% 1% കണക്ക് ഞങ്ങൾക്ക് പറയാനേ കഴിയില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങളടുത്ത് ഓൾറെഡി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാതാവാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഇവന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ലേഡി ഡോക്ടറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ മറ്റേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ വന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് അവർക്കറിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ പോലും ഞാനിങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു പത്രം കൊടുക്കും, കാണുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പം ഒരു വീൽ ചെയറിൽ ഒരു ലേഡിയെ ഉന്തിക്കൊണ്ട്, അവർ പ്രഗ്നൻ്റാണ്, ആ പ്രഗ്നൻ്റായ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇംഗ്ലീഷുകാരനായ പോലെ ആണ് അയാൾ. പക്ഷെ ഒരു പാവമായ ഒരാൾ അയാൾ എനിക്ക് യേശു പിതാവിനെ പോലെ തോന്നിയ അയാളെ കണ്ടപ്പം. അങ്ങനെ ഒരു വീൽ ചെയറിൽ ഈ പ്രഗ്നൻ്റായ ഈ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരിങ്ങനെ വന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ആദ്യം ഞാൻ കരുതി, കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ത്രാണി പോലും ഇല്ല, സംസാരിച്ച് ഞാൻ കരയും. അന്നേരം ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോവുക. പക്ഷേ എനിക്ക് തോന്നി അവർക്ക് പത്രം കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ അവർക്ക് പത്രം കൊടുത്തു. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഓൾറെഡി അവർക്ക് അറിയാം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവർക്ക് അറിയാം എന്നൊരു റെസ്പോൺസായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകൻ NICU അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി അറിയാം എന്നുള്ള രീതിയിൽ. അവൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓൾറെഡി അറിയാം, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് നമ്മളോട് ഒരാൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ പേര് ഡാനിയലാണ്. അവൻ ഓക്കെ, എന്തായിരുന്നു പ്രശ്നം അവൻ്റെ അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രീതിയിൽ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്ക് അറിയില്ലാത്തൊരു വ്യക്തി. അത് കഴിഞ്ഞിട്ട് അവർ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവർ പറഞ്ഞു, ഹി വിൽ ബി ഓൾ റൈറ്റ്, യു ഡോണ്ട് വറി, യു ഡോണ്ട് ക്രൈ, ഹി വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്നെ അറിയ പോലും ഇല്ലാത്ത ഒരാൾ, മാതാവ് പറഞ്ഞു വിട്ടതാണോ മാതാവ് തന്നെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല.
അറിയില്ല. എങ്കിലും എൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച വാക്കുകളായിരുന്നു അത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആരെയും ഞങ്ങൾക്ക് ചെറിയ സഹായമാണെങ്കിൽ പോലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുള്ള ഷെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യക്കാർ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ആവശ്യക്കാരന് അല്ലെങ്കിൽ ആരും വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും. പേര് സോണി, ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ. ഞങ്ങൾ പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഓൺലൈനിലായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് 2022 പക്ഷേ അപ്പം ഞാൻ കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് പത്രമൊക്കെ കിട്ടാറുണ്ട്, ഞാനങ്ങനെ അധികം അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. പ്രാർത്ഥിക്കും, അങ്ങനല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് 2024 എനിക്കൊരു എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നല്ലൊരു പ്രശ്നമുണ്ടായി. അതായത് എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ കൊളീഗ് നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ടോർച്ചർ ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ചെയ്യുന്ന വർക്കിനൊന്നും ഒരു വിലയില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ചെയ്താൽ അത് മാത്രമേ മീറ്റിങ്ങിലാണെങ്കിലും സെപ്പറേറ്റ് മാനേജർ മീറ്റിംഗ്, ടീം ലീഡ് മീറ്റിങ്ങിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി വിഷമമായി. കാരണം ഞാൻ പാതിരാത്രി 2 മണി 3 മണി വരെ ഞാൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന് ഒരിക്കലും ഒരു അപ്രീസിയേഷൻ ഇല്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്ത വർക്കിന് നമ്മളെ എന്താ പറയുക, കുറ്റം മാത്രം എപ്പോഴും കാണാതെ എനിക്ക് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ സെറ്റാവുന്നില്ല. എനിക്ക് എൻ്റെ വർക്ക് മാത്രം രാവിലെ തൊട്ട് 9 to രാത്രി എപ്പോൾ എൻ്റെ വർക്ക് തീരുന്നു അപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് സൈഡിൽ നിന്ന്. എനിക്ക് ഫാമിലിയിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റുള്ളവരോട് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തൊട്ട് പണ്ട് തൊട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കും എൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. പ്രശ്നം എന്നല്ല, എപ്പോഴും ഞാൻ ആൾക്കാരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് സൂക്ഷിച്ച് വെക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ എന്തെങ്കിലും എനിക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നിയില്ല ഇതുപോലെ ഉടമ്പടി എടുത്താലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച നിയോഗം ഇത് തന്നെയായിരുന്നു, എനിക്ക് എങ്ങനെയും ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസായിട്ട് കിട്ടണം. എനിക്കിനി പറ്റില്ല. കാരണം ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കൊരു ലൈഫില്ല, അത്രയൊരു സിറ്റുവേഷനായിരുന്നു. അപ്പം അത് മാത്രമേ ഞാൻ അതിനോട് അപേക്ഷിച്ചുള്ളൂ. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലാൻ തുടങ്ങി, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാം പണ്ടത്തെ ആണെങ്കിലും എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബിൽ അതുവരെ ഞാൻ പ്ലേ ചെയ്തിട്ടില്ലാത്ത നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സോങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ എപ്പോഴും ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. എനിക്കത് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട ഒരു ചേച്ചി UK-യിലാണ്. അപ്പോൾ അവർക്ക് ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും മാത്രം ഡേറ്റ് ഇട്ട് വെച്ചു. ശരി, ഞാനും ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് സെപ്റ്റംബർ 8 2024 എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസാവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ പ്രോജക്റ്റ് വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്താലോ എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ ഇരിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ കൂടുമല്ലാതെ ഒന്നും സോൾവ് ആകുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 4 ഞങ്ങൾ നോർമൽ ഡെയിലി മീറ്റിങ്ങിൽ എല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ടീം ലീഡും റിപ്പോർട്ടിംഗ് മാനേജറും പറഞ്ഞു ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ക്ലയൻറ്റിന് ഇത്ര ആൾക്കാരെ ആവശ്യമില്ല, സോ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാണ് സോണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആർക്കും അങ്ങനെ അത് സന്തോഷിക്കില്ല, പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 തന്നെ ഞാൻ മാധവനോട് ഇത്രയും മാത്രമേ ഉള്ളൂ, മാധവൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8, എനിക്ക് അതിന് മുമ്പ് എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 4 റിലീസായി. നോർമലി ഞാനൊരു MNC-യിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഒരു കമ്പനിയുടെ റൂൾ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ നിന്ന് റിലീസാകുമ്പോൾ ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് ഫുൾ അവിടെ കൊണ്ട് കൊടുത്ത് അതിനകത്തിലെ ഡീറ്റെയിൽസ് മൊത്തം അവർ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് തന്നെ നമുക്കൊന്നുകൂടെ അവർ തരും. അപ്പം എന്നോട് നോർമലി ഒരു കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ റിലീസായി കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ടതാണ്. എനിക്ക് ആ സമയത്ത് സർജറി കഴിഞ്ഞു, എനിക്ക് ട്രാവലിംഗ് സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം മാധവനോട് പറഞ്ഞു, മാധവ് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, എനിക്കറിയില്ല എങ്ങനെയില്ല ഒരു ഒക്ടോബർ 4 വരെ, സെപ്റ്റംബർ 4 നിന്ന് ഒക്ടോബർ 4 എന്ന് വെച്ചാൽ 1 മാസമുണ്ട്, എനിക്കറിയില്ല എങ്ങനെയില്ല, എനിക്ക് അത്രയും നാൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, ഞാൻ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് ചെല്ലണം, വേറൊരാളെ നമുക്ക് വിടാൻ പറ്റില്ല.
അപ്പം ഞാനിത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് 2 വീക്സ് ഓണം ആയതുകൊണ്ട് അതെങ്ങനെയോ പോയി. പിന്നെ എൻ്റെ IT സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ട്രാവലിംഗ് പറ്റില്ല, എനിക്കൊരു 2-3 ഡേയ്സ് എന്ന് പറഞ്ഞു. 2-3 ഡേയ്സ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മിഡ് ആയിട്ടേ ഉള്ളൂ, ഒക്ടോബർ ആയിട്ടുകൂടിയില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഇവർ വിളിക്കാനും പോയില്ല. എൻ്റെ ലീഡിനോട് പറഞ്ഞപ്പോൾ ലീഡ് പറഞ്ഞു അവർ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്തായാലും നിർബന്ധമായിട്ട് കൊണ്ടു ചെല്ല്, ഇല്ലെങ്കിൽ വിട്ടേക്ക്, ലൈക്ക് സോണിയുടെ ടൈം അനുസരിച്ച് കൊണ്ട് തന്നാൽ മതിയെന്ന്. അപ്പോഴും ഓരോ തവണ ലീഡിനെയും IT സപ്പോർട്ടിനെയും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്. അന്ന് എനിക്ക് തൈലയില്ല, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു, തൈലയില്ല, ഉപ്പില്ല, ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻ്റെ ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്തത് ഒക്ടോബർ 9-നാണ്. ലൈക്ക് ഞാൻ ആഗ്രഹിച്ച ദിവസവും കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റിയത്. മൂന്നാമത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാട്ട് കൂടുതൽ എൻ്റെ ദിവസം മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനാണ് എനിക്ക് കൂടുതൽ പരിഹാരങ്ങൾ മാതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഞങ്ങളോർത്ത് ഹസ്ബൻഡ് സൗദിയിലാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെ റിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടൈമിൽ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ 10 വർഷം മേലായി. പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ സൈഡിൽ ആ കേസ് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. കാരണം ആ കേസിൻ്റെ പേപ്പർ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാതെ ആ കേസ് ക്ലിയർ ആവില്ല. നമ്മുടെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങളപ്പം ലൈക്ക് എന്താ പറയുക, പാസ്പോർട്ട് അവിടെ റിന്യൂ ചെയ്യുക, സൗദി എംബസി ത്രൂ റിന്യൂ ചെയ്യുവാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് എക്സിറ്റ് അടിച്ച് വിടുക ചെയ്യുന്നത്. അപ്പം കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1 വീക്കോ 2 വീക്കോ മുമ്പേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇതുപോലെ കൊണ്ട് കാണിച്ചു, ഇങ്ങനെ എന്തോ നാട്ടിലൊരു കേസ്, അതും ക്ലോസ്ഡ് ആവാത്ത കേസ് ഉണ്ടായിരുന്നു. ആ ആൾക്ക് സൗദി എംബസി ഒരു 6 months ടൈം കൊടുത്തു, അതിനുള്ളിൽ നാട്ടിൽ പോയേ പറ്റൂ ജോലി നിർത്തിയിട്ട്, ഇനി സൗദിയിലോട്ട് തിരിച്ച് റീഎൻട്രി പറ്റില്ല. അങ്ങനെ മാതാവ് ഞങ്ങളെ പ്രിക്കോഷൻ ചെയ്തെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ ഒരു ആപത്ത് ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ ഞങ്ങളെ നാട്ടിൽ വിടും, എനിക്കെന്താ ജോലി ഇല്ലാത്തൊരവസ്ഥ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ മാതാവ് ശരിക്കും ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഈ പാസ്പോർട്ടിനകത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ലോജിക്കലി എല്ലാവരും ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്നില്ല, പക്ഷേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യത്തിനകത്ത് എല്ലാം ഈ പരിശുദ്ധ തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഇനിയുള്ളത് ലീവ് റിക്വസ്റ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡിന് ഡിസംബറിൽ എൻ്റെ സർജറിക്ക് വേണ്ടി നാട്ടിൽ വരാൻ വേണ്ടി ലീവ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. അപ്പം കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല. ഞാൻ നേരത്തെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊന്ത ചൊല്ലാൻ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ എന്നും ലൈക്ക് ഹസ്ബൻഡിനെ വിളിക്കും, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ വന്നിട്ടില്ല. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനോട് എന്നാൽ ഉടമ്പടി എടുക്കുക, എന്നെയും കൂടെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇത്രയും 2 വർഷമായിട്ട് പുറകെ നടന്നിട്ട് നടക്കാത്തൊരു സംഭവം മാതാവിനെ കൊണ്ട് എന്താ ലൈക്ക് ഒരു 1 വീക്കും കൊണ്ട് നടന്നല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ലീവ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ 2 പേരും കാര്യത്തിൽ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, ഞാൻ ഇന്നടത്ത് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും. അപ്പോൾ എന്നോട് ഇതുപോലെ പറഞ്ഞു, ലീവ് റിക്വസ്റ്റ് ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണം. സാധാരണ ഇവരുടെ കമ്പനിയിൽ ഒരു 2 വീക്സ് ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ട് 2 വീക്സ് പുറകെ നടന്നാൽ മാത്രം അപ്രൂവ് ചെയ്യുന്നത്. അന്നൊരു 5 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്തു. അപ്പം തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അപ്രൂവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് ചെയ്തു തന്നതാണ്, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ ഇല്ല, ഈ സമയത്ത് അധികം വർക്കില്ല, അതുകൊണ്ട് അവർ തരുമെന്ന് പറഞ്ഞു ലീവ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നീ ചെയ്തു കൊടുത്താണെങ്കിൽ ഇത് എന്തായാലും ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ പുള്ളി കയ്യിലുള്ള വിശ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെരി നെക്സ്റ്റ് ഡേ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പയ്യന്, ആക്ച്വലി ആ പയ്യൻ എല്ലാവർക്കും വേണ്ടി ലീവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പം ആ പയ്യനെ ഇതുപോലെ ലീവ് റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ ഫാദറിൻ്റെ സർജറി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലുള്ള എല്ലാവരും ചോദിച്ചു ഇതെന്തുകൊണ്ട് ഇതിന് മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം റെഡിയായി വരുന്നു എന്നുള്ളത്. അത് എനിക്ക് 100% ഉറപ്പാണ്, അത് മാതാവ് തന്നെ ചെയ്തു കൊടുത്തത്. കാരണം ഇവരുടെ കമ്പനിയിലെ HR അങ്ങനെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അറബിക് പീപ്പിളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവർ വർക്ക് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ റിപ്ലൈ ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല. ഒരു മലയാളി പോലും ഇല്ല ഇവരുടെ കമ്പനിയിൽ. അത് മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി അടുത്തുള്ള ഇക്കാമ, എൻ്റെ ഹസ്ബൻഡ് എക്സിറ്റ് അടിച്ച് വരികയാണ്. അപ്പം January 2026 ആണ് ലാസ്റ്റ് എൻഡ് ഓഫ് കോൺട്രാക്റ്റ്. പക്ഷേ December 2 അവർ പറഞ്ഞു പോകാൻ, കാരണം ഇക്കാമ 12 റിന്യൂ ലൈക്ക് എക്സ്പയർ ആവും, അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല 22 ദിവസത്തേക്ക്. അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലായി. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥ, ഞങ്ങൾ എങ്ങനെ ജീവിക്കാമെന്ന് അറിയത്തില്ല.
സോ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നതോ, നീ എന്തെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് അതിന് വിഷമമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം ജൂനിയർ HR കണ്ടു. HR കാണാൻ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ HR കാണാൻ പോയ സമയത്ത് എന്നോട് HR പറഞ്ഞു ഓക്കെ, കാരണം ഇക്കാമ റിന്യൂ എൻ്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എൻ്റെ ബെനിഫിറ്റ് കട്ടാവല്ല, എക്സിറ്റ് അടിച്ച് വരുന്നുണ്ട്, പിന്നെ അതുമല്ലാതെ എൻ്റെ സാലറി എനിക്ക് 1 മന്ത്, ഞാൻ നേരത്തെ പോകാം പക്ഷേ എനിക്ക് 1 മന്ത് സാലറി വേണം എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ജൂനിയർ HR പറഞ്ഞു ഓക്കെ, ബിക്കോസ് അവർക്ക് അതാണ് ലാഭം, ഇക്കാമ റിന്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും പൈസ ആവില്ല 1 മാസത്തെ സാലറി കൊടുത്ത് ബെനിഫിറ്റ് ഫുൾ കൊടുത്ത് വിടുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. നാളെ വായോ സീനിയർ HR കൂടെ. അപ്പോൾ അന്നും പോയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സഞ്ചാരിമായിട്ട് കൂടെ പോയേ പറ്റുമെന്ന് ഞാൻ അത്രമേൽ വിഷമിച്ച് ഞാൻ പറഞ്ഞു, കാരണം 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അപ്പം കൂട്ടത്തിൽ ഇവർ എഞ്ചിനീയറോട് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് സീനിയർ HR സമ്മതിച്ചില്ല, പുള്ളി അക്സെപ്റ്റഡ് അല്ല, 1 മന്ത് ജോലി ചെയ്യാതെ സാലറി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല, ജാനുവരി 2 ഞാൻ പോകുന്നുള്ളൂ, എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെ ടെർമിനേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എഞ്ചിനീയറും എൻ്റെ ഹസ്ബൻഡും 2 പേരും പറഞ്ഞു ശരി ടെർമിനേറ്റ് ചെയ്യും, കാരണം വിത്തൗട്ട് റീസൺ ഒരു പേഴ്സണെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഒരു 4-5 മാസത്തെ എക്സ്ട്രാ സാലറി കൊടുത്ത് നാട്ടി വേണ്ടത്. ലാസ്റ്റിൽ സീനിയർ HR അറബിക്ക് മനസ്സിലായി എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. പുള്ളി പറഞ്ഞു ശരി 22 ദിവസത്തേക്കുള്ളതിന് വരും 3 മാസത്തെ ഇക്കാമ റിന്യൂ ചെയ്തു. ഇവൻ എൻ്റെ ചേച്ചിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു, അവർക്ക് പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്, ഞങ്ങളെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ മലയാളികളെല്ലാം പോയി പറയാനും റിക്വസ്റ്റ് ചെയ്യാനും. അവരുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻറ്റാണ്. അവിടെ മാധവ് മാത്രം അത്ഭുതം പ്രവർത്തിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നാളിൽ ജോസഫ് അച്ഛൻ്റെ കൈമുത്തിലൂടെ എനിക്കൊരു കാശ് രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഹസ്ബൻഡെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോൾ എവിടെ പോയാലും സൈറ്റിൽ പോയാലും എപ്പോൾ എവിടെ പോയാലും അത് കൂടെ കൊണ്ടുപോകണം, കാരണം വർക്ക് ചെയ്യുന്ന സൈറ്റിൽ എപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നതാണ്, നമുക്ക് ഒരു അഷുറൻസും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഞാനത് പറയും, കൊന്തയും കാശ് രൂപവും ഒന്നും സൈറ്റിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് അകത്ത് കൊണ്ടുപോകും. അടുത്തതായിട്ടുള്ള എനിക്ക് ജോലിയുടെ കാര്യം, ഞാനൊരു 8 മന്ത്സായിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുന്നു സർജറി കഴിഞ്ഞ്, എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഒത്തിരി റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എന്നും നൗക്കറി ലിങ്ക്ഡിൻ എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു കമ്പനിയുടെ പേരില്ല, ജസ്റ്റ് ഒരു കൺസൾട്ടൻസിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് മെയിൽ വന്നു, തിരിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ റിപ്ലൈ മെയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പേറോൾ ഓഫ് ഒരു MNC കമ്പനിയുടെ പേരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊടായിപ്പായിരിക്കും, നടക്കില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും അയക്കില്ല, ഞാൻ അവർക്കാർക്കും അയച്ചിട്ടില്ല. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ കാണിച്ച പുള്ളി പറഞ്ഞു ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്ക്, ഇന്ന റോളിന് വേണ്ടി എനിക്ക് ഇത്രയും മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ പുള്ളിനോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൽ അയച്ചത്. മെയിൽ അയച്ചു കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടിന്യൂസ്ലി ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ഓട്ടോമാറ്റിക് ലൈക്ക് മെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരുടെ സൈറ്റിലേക്ക് കരിയേഴ്സിൽ കയറി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യും. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. ലാസ്റ്റ് ഈ കൺസൾട്ടൻസിയിൽ ഞാൻ എൻ്റെ റെസ്യൂമെ അയച്ചു കൊടുത്ത പുള്ളി എനിക്ക് വിളിച്ചു, ഈ ഒരു സാറ്റർഡേ ലൈക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, വിർച്വൽ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല പനി, എക്സ്ട്രീം നല്ല പനി, എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. ഞാൻ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റു, 10 മണിക്ക് എൻ്റെ ഇൻ്റർവ്യൂ, 9:30 ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ വീട് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ കാശുരൂപവും തേനും ഉപ്പും ഇത് 3 എൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഞാൻ തൈലവും ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. കാശുരൂപം ഞാൻ ആ ഇൻ്റർവ്യൂവറിൻ്റെ നേരെ പുള്ളി കാണാതെ നമുക്ക് വെക്കാൻ പറ്റും, കണ്ടുകൊണ്ട് വെക്കാൻ പറ്റില്ല, അപ്പോൾ കാണാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാവുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. അത് ഞാൻ എന്നിട്ട് ആ ഒരാഴ്ച എനിക്ക് 1 വീക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമെന്ന്, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞതെന്ന്. ഓക്കെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിട്ടു. ഫസ്റ്റ് ഇൻ്റർവ്യൂ സാറ്റർഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ട്യൂസ്ഡേ വെൻസ്ഡേ എന്നെ പിന്നെയും കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓക്കെ ആയി. സെക്കൻഡ് ഫേസ് ടു ഫേസ് ആണ്, അത് നെക്സ്റ്റ് സാറ്റർഡേ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു 3.5 ഇയേഴ്സായി ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട് എനിക്കത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല, എൻ്റെ കൈയും കാലും വിറയ്ക്കും. ഞാനപ്പം രണ്ടും കൽപ്പിച്ച് ഓക്കെ ജസ്റ്റ് ആ ഒരു കമ്പനിയുടെ ക്യാമ്പസിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പോയി.
കാരണം അത്രയ്ക്ക് ലൈക്ക് ഇന്ത്യയിലൊരു MNC ആണ്. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനിവിടെ അപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നെ എപ്പോഴും ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരിക്കും. ഓരോരുത്തരും വന്ന് പറയാറുണ്ട്, ലൈക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൽ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ മോർണിംഗ് 9 പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. ലൈക്ക് മോർ ദാൻ 200 പീപ്പിൾ എന്തായാലും അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇത് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, എനിക്ക് പക്ഷേ പേടിയാണ്, എൻ്റെ കൂട്ടത്തിൽ കാണണമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അപ്പം മാതാവിനോട് ലൈക്ക് അവിടെ കമ്പനിക്കകത്ത് കയറണമെങ്കിൽ നമുക്കൊരു വിസിറ്റർ കാർഡ് കിട്ടും. ഞാൻ ഇവരുടെ സൈറ്റിൽ, ഇവരുടെ ആ കമ്പനിയുടെ കരിയർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ്, യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ആൽഫബറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഈ ഡിജിറ്റ്സ് എല്ലാം വേണം. ഞാൻ ഏത് ഡിജിറ്റ്സ് ആണോ എൻ്റർ ചെയ്ത് ആ സെയിം ഡിജിറ്റ്സ് ആണ് എൻ്റെ വിസിറ്റർ കാർഡിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. അത് ലൈക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ അറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി. ഞാൻ ആ കമ്പനിയുടെ ലോഗിൻ ചെയ്ത അതേ പാസ്വേഡിൽ തന്നെ എനിക്ക് അവിടുത്തെ വിസിറ്റർ കാർഡ് കിട്ടി. ഞാൻ അറ്റൻഡ് ചെയ്യാനകത്ത് കയറി. അറ്റൻഡ് ചെയ്യാൻ എന്നെ 4 മണിക്കാണ് വൈകുന്നേരം വിളിച്ചത്. അതിന് മുമ്പേ വരുന്നവരൊക്കെ ലൈക്ക് പറയുന്നുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവർ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ട് കൂടിയില്ല, എനിക്കറിയില്ല, അതിന് എനിക്ക് ആൻസർ ഇല്ല, എനിക്ക് പഠിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയം ഫുൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂവർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട്. പുള്ളി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് എന്നെ ലൈക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തരുമോ, ഞാനൊന്ന് പോയിട്ട് വരാം, വെളിയിൽ നിന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ആകെ വിഷമിച്ച ഇത്രേ ഉള്ളൂ, മാതാവേ ഞാൻ എവിടെ ഉപ്പിടും, ഈ പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് എനിക്ക് ഉപ്പിടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ അവർ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പുള്ളി എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ലൈക്ക് 1 മിനിറ്റ് എനിക്കൊന്ന് ടൈം താ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഞാൻ ടേബിളിൽ ഉപ്പിട്ട് ഞാൻ തൈലം നാവേ പുരട്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൽ എനിക്ക് 2 ക്വസ്റ്റ്യനേ അറിയാത്തുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും എനിക്കറിയില്ല. ഞാനത് പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുത്തു, ഞാനത് സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് HR റൗണ്ട് ഉണ്ടായിരുന്നു. HR റൗണ്ട് കഴിഞ്ഞ് വേറൊരു HR ഡിസ്കഷൻ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അതിനെന്നെ ഒരു HR വിളിച്ചിരുന്നു 2 ഡേയ്സ് കഴിഞ്ഞ്. എൻ്റെ ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോൾ അവിടെ ചെന്ന് ലൈക്ക് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, മാതാവ് ഇത്രയും എത്തിച്ചിട്ട് ഇനി എന്താ ബാക്കി എനിക്ക് ഇത്രയും ഡിലേ വരുത്തുന്നതെന്നുള്ളൊരു പേടിയായിപ്പോയി. ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് നിർത്തി വരിക, ഞങ്ങൾക്കൊരു വഴി കാണിച്ചേണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ആ HR കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് HR കോൾ എടുക്കില്ല, മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മാതാവിനോട്, മാതാവേ എനിക്ക് സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു അടയാളം കാണിച്ചു തരണം. ഞാൻ പിന്നെയും ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ HR പേര് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെയിൽ അയക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ HR പേര് S. കാർമൽ മേരി എന്നാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഡിലേ ആയാലും എനിക്ക് എന്തായാലും ഇത് കിട്ടും, കാരണം HR എന്നെ വിളിക്കും. വെരി നെക്സ്റ്റ് വീക്ക് തന്നെ ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൺസൾട്ടൻസിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലീവ് ആയതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യാവുന്നത്, HR നാളെ എന്തായാലും വിളിക്കുമെന്ന്. പിറ്റേത് മോർണിംഗ് HR വിളിച്ചു. HR എന്നോട് നല്ല വെൽ ബിഹേവ് ആയിട്ട് സംസാരിച്ചു. പുള്ളിക്കാരി ചെന്നൈ വർക്ക് ചെയ്യുന്ന ആളാണ്, സൈക്ലോൺ ആയതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ HR റൗണ്ടും കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യമുള്ളൂ, ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ല ഇത്. പക്ഷേ ഞാൻ ഹൈദരാബാദിലായത് കാരണം ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ കാണിച്ചിട്ടാണ് എനിക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഒരു 6 to 7 പീപ്പിൾ. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് മാത്രം പറഞ്ഞു, ഇന്ന് ഈ നിമിഷം ഇവിടെ വന്നാണ് ഞാൻ പിന്നെ പറയുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ കൂട്ടത്തിൽ വന്ന് വേറെ ആർക്കും അറിയില്ല എനിക്കൊരു കമ്പനി ജോയിൻഡ് ആയി. ഞാൻ 29th ജോയിൻഡ് ആകാൻ പോവാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ സന്തോഷം. ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്കൊരു മാതാവ് എനിക്ക് ജോലി തന്നത്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു തവണ മാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ സാധാ ഒരു കമ്പനിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ ഒരു കമ്പനി നല്ലെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പേര് വരെ പറഞ്ഞ് ഞാൻ മാതാവിനോട് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഈ 29th ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകണം. കംപ്ലയിൻറ്റ് പറഞ്ഞ കമ്പനിയിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്ക് നാണക്കേടായി. റിജക്ഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, സാക്ഷ്യങ്ങൾ കേൾക്കാറില്ലേ, റിജക്ഷൻ എപ്പോഴും വരും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. എനിക്കൊരു വെൽ സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പം റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഞാൻ ജസ്റ്റ് ആരെങ്കിലും എനിക്കൊരാൾ കൂട്ട് വേണം പത്രം കൊണ്ട് കൊടുക്കാൻ. ഇപ്പം എനിക്ക് അങ്ങനെ കൂട്ടിൻ്റെ ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന വഴിയിൽ ആരെ കണ്ടാലും നിർത്തി ചോദിച്ചാൽ കൊടുക്കുന്നത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടും കൂടെ കൊടുക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ വേണ്ടാന്ന് പറയുന്നത് പോലും ഇല്ല. അവർ പറയും ഇപ്പം ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുക എന്നുള്ള രീതി ചിരിച്ചുകൊണ്ട് പറയല്ലാതെ ഇന്നേ വരെ ഹാഷായിട്ട് പിന്നീട് എന്നോട് ആൾക്കാർ പെരുമാറിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനം വെച്ചാൽ ഞങ്ങളുടെ സാലറിയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നപ്പോഴും
എൻ്റെ ഹസ്ബൻഡ് മാത്രം ജോലി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ജോലിയില്ലാത്ത എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലിയില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എല്ലാവരോടും എനിക്ക് മാതാവിനെ പറ്റി പറയാൻ പറ്റും. മാതാവ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ മാതാവ് ശരിയാക്കിക്കോളൂ, നിങ്ങൾ വറി ആവണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്രയും എനിക്കിങ്ങനെ പറയാൻ പറ്റിയത് പോലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാരവും നന്ദി.